ആദ്യം ഋതുരാജ് വീണു, പിന്നാലെ സർഫറാസ്, പിന്നെ അത് ഡുബൈയായി, ബ്രവിസായി, കാർത്തിക് ശർമ്മയായി. പക്ഷേ വാങ്ഖഡയുടെ ആർപ്പുവിളികൾക്കും ചെന്നൈ ഡഗൌട്ടിൻ്റെ ദീർഘനിശ്വാസങ്ങൾക്കും നടുവിൽ ഒരാൾ വട്ടമിട്ട് നിന്നു. മുംബൈയുടെ മണ്ണിലെ അഭിമാനപ്പോരിൽ ചെന്നൈയുടെ സാമ്രാജ്യം കാക്കാൻ ഉറച്ചുനിന്ന പുതിയ പടത്തലവൻ, യെല്ലോ ആർമിയുടെ പുതുയുഗത്തിന് തുടക്കം കുറിക്കാൻ വന്ന പോരാളി സഞ്ജു വിശ്വനാഥ് സാംസൺ. ഇന്നിംഗ്സിലെ ഏറ്റവും അവസാനത്തെ പന്തിനെ സ്ക്വയർ ലെഗിലേക്ക് പറത്തിക്കൊണ്ട് സെഞ്ചുറി പൂർത്തിയാക്കിയതിനു ശേഷവും അമിതമായ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു. ഹെൽമെറ്റ് ഊരി ഒന്ന് ചിരിച്ചു. ടീമിലെ മറ്റൊരാളും 25 പോലും കടക്കാത്തൊരു മത്സരത്തിൽ നേടി ഒറ്റയാൾ സെഞ്ചുറിക്ക് മൂല്യമേറെയുണ്ട്. മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഈഗോകളില്ലാതെ വന്ന് അഭിനന്ദിച്ചതും അതുകൊണ്ടാണ്. സൂര്യകുമാർ യാദവ് വന്ന് കെട്ടിപ്പുണരുന്നതും കണ്ടു. സഞ്ജു സാംസൺ ഓരോ ദിവസം തീരുന്തോറും പുതിയ ഉയരങ്ങൾ പടുക്കുകയാണ്. പലരും പറഞ്ഞിരുന്നു അവന് കൺസിസ്റ്റൻസി ഇല്ലെന്ന്, പലരും പറഞ്ഞിരുന്നു ടാലൻറ്റ് മാത്രമേ ഉള്ളൂവെന്ന്. പക്ഷേ 2026 ഈ ഗാലറികൾ സാക്ഷി. എന്നും കൂടെ നിന്ന് ആരാധകർക്ക് സഞ്ജു സമ്മാനിക്കുന്നത് കരിയറിലെ ഏറ്റവും മികച്ച ദിനങ്ങളാണ്. ഫോം ഓഫ് ഹിസ് ലൈഫ്. മുംബൈയുടെ കോട്ടയിൽ നീലക്കടലിനെ നിശബ്ദരാക്കി സഞ്ജു ആ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ ഓരോ ചെന്നൈ ആരാധകനും കണ്ടത് തങ്ങളുടെ പുതിയ ഹീറോയെയാണ്. പേരിടുന്നതിൽ വിദഗ്ധരായ ചെന്നൈ ആരാധകർ സഞ്ജുവിനെ എന്ത് വിളിക്കുമെന്നറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, വെറും 7 മത്സരങ്ങൾ കൊണ്ട് സഞ്ജു ചെന്നൈ ആരാധകരുടെ പ്രിയപുത്രനായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഹൃദയം കവർന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. ക്ലാസ് ആൻഡ് മാസ്, കാം ആൻഡ് കമ്പോഷർ. വിക്കറ്റുകൾ ഓരോന്നായി വീണ നേരവും ഞാൻ ഇവിടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഞ്ജു ആളിക്കത്തിയ നിമിഷങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ഒരു മാസ്റ്റർ ക്ലാസ്. പതിവിന് വിപരീതമായി മെല്ലെയാണ് സഞ്ജു തുടങ്ങിയത്. ഋതുരാജ് ഗെയ്ക്വാദ് അടിക്കുകയും സഞ്ജു കാണുകയും ചെയ്യുന്ന അപൂർവമായ നിമിഷങ്ങൾ. 4ാം ഓവറിൽ ഹാർദിക്കിനെ അടിച്ചു തകർത്താണ് സഞ്ജു തുടങ്ങുന്നത്. 3 ബൗണ്ടറികളും ഒരു സിക്സറുമാണ് ഹാർദിക് എറിഞ്ഞ 4ാം ഓവറിൽ സഞ്ജു അടിച്ചെടുത്തത്. ആ ഷോട്ടുകളിൽ കണ്ടത് വന്യമായ കരുത്തായിരുന്നില്ല, മറിച്ച് കോൺഫിഡൻസ് വീണ്ടെടുത്ത ഒരാളുടെ മാജിക്കൽ ഹാൻഡായിരുന്നു. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ പറിച്ചുകൊണ്ട് മുംബൈ തങ്ങൾ മത്സരത്തിൽ തന്നെയുണ്ടെന്ന് പ്രഖ്യാപിച്ചു. നന്നായി തുടങ്ങിയ ഋതുരാജും സർഫറാസും ബ്രവിസും കാർത്തിക് ശർമ്മയുമെല്ലാം പെട്ടെന്ന് മടങ്ങുന്നതാണ് കണ്ടത്. സഞ്ജു ഒരറ്റത്ത് നിലയുറപ്പിച്ചത് ടീമിൻ്റെ ബാലൻസിനും ഗുണം ചെയ്തു. അല്ലെങ്കിൽ ഒരുപക്ഷെ അഖേൽ ഹുസൈന് പകരം മാത്യു ഷോട്ടിനെ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറക്കാനും സാധ്യതയുണ്ടായിരുന്നു. ഭഗത് കൃഷിനെ സഞ്ജു ടാർഗറ്റ് ചെയ്തു തന്നെയാണ് ആക്രമിച്ചത്. ആ 2 ഓവറുകളിൽ മാത്രം 31 റൺസ് പിറന്നു. സഞ്ജു നെറ്റ്സിലും നന്നായി പണിയെടുക്കുന്നുണ്ട് എന്ന് കാണിച്ച ഒരു ഷോട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. താളം വീണ്ടെടുത്ത ബുംറയ്ക്കെതിരെ 19ാം ഓവറിൽ പറത്തിയ ബൗണ്ടറി അതിന് സാക്ഷിയാണ്. ബുംറയുടെ ലോ ഫുൾ ടോസായി വന്ന പന്തിനെ സ്കൂപ്പ് ചെയ്ത രീതി സഞ്ജുവിൻ്റെ പ്രാക്ടീസ് തെളിയിക്കുന്നു. വെറും 7 മത്സരങ്ങൾക്കുള്ളിൽ സഞ്ജു നേടുന്ന 2ാം സെഞ്ചുറിയാണിത്. ഇതോടെ ചെന്നൈക്കായി ഏറ്റവും അധികം സെഞ്ചുറി നേടിയവരുടെ ലിസ്റ്റിലേക്കും സഞ്ജു കയറിയിരുന്നു. സുരേഷ് റൈന, മുരളി വിജയ്, ഷെയ്ൻ വാട്സൺ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരാണ് മറ്റുള്ളവർ. IPLലെ സഞ്ജുവിൻ്റെ 5ാം സെഞ്ചുറിയാണിത്. മത്സരത്തിൽ സഞ്ജുവിനോടൊപ്പം പറയേണ്ട ഒരു പേര് കൂടിയുണ്ട്, അഖേൽ ഹുസൈൻ. ആദ്യ മത്സരങ്ങളിൽ തന്നെ പുറത്തിരുത്തിയ മാനേജ്മെൻറ്റിനോട് എന്താണ് തൻ്റെ മൂല്യമെന്ന് ഈ കരീബിയക്കാരൻ തെളിയിക്കുകയാണ്. പവർ പ്ലേയിൽ പന്തെടുക്കാൻ ചങ്കൂറ്റമുണ്ടെന്ന് വിൻഡീസ് കുപ്പായത്തിൽ പലകുറി തെളിയിച്ചയാളാണ് അഖേൽ. ഡീകോക്കിനെ കുരുക്കാനാണ് അയച്ചതെങ്കിലും ആദ്യ ഓവറിൽ ഡാനിഷ് മലേവാറിൻ്റെ വിക്കറ്റുമായാണ് അഖേൽ തിരികെ വന്നത്. 2ാം ഓവറിൽ നമാൻധറിനെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട് അഖേൽ നൽകിയത് വലിയ സ്റ്റേറ്റ്മെൻറ്റ്. ഞൊടിയുടെക്കുള്ളിൽ 3 വിക്കറ്റ് വീണ മുംബൈ എടുത്തുയർത്താൻ സൂര്യകുമാറും തിലകും ശ്രമിച്ചു നോക്കി. പക്ഷേ ക്രീസിലുറക്കാനുള്ള ശ്രമത്തിൽ റിക്കേർഡ് റൺ റേറ്റ് അവരിരുവരെയും തുറിച്ചു നോക്കി. ഇരുവരും ക്രീസിൽ ഉറച്ചതോടെ 12ാം ഓവറിലായിരുന്നു അഖേൽ ഹുസൈൻ്റെ അടുത്ത എൻട്രി, അതും തിലക് വർമ്മയെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട്. പിന്നാലെ പാണ്ഡ്യയും റദർഫോർഡിനെയും പുറത്താക്കി നൂർ അഹമ്മദും അതിനൊപ്പം ചേർന്നു. തോൽവിയുറപ്പിച്ച മുംബൈ എത്ര വരെ പോകുമെന്നായിരുന്നു അടുത്ത ചോദ്യം. അടുത്ത ഓവറിൽ സൂര്യകുമാറിനെ കൂടി അഖേൽ പുറത്താക്കിയതോടെ ആ ചോദ്യവും തീർന്നു. 4 ഓവറിൽ ഒരു മെയ്ഡൻ ഓവർ അടക്കം 17 റൺസിന് 4 വിക്കറ്റ്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്നാണ് അഖേൽ എറിഞ്ഞു തീർത്തത്. സഞ്ജു സാംസൺ തകർത്തടിച്ചില്ലായിരുന്നുവെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അർഹിച്ച പെർഫോമൻസ്. 103 റൺസിൻ്റെ കനത്ത തോൽവി മുംബൈക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മത്സരശേഷം സഞ്ജു നടത്തിയ പ്രസ്താവന മത്സരത്തെ റീഡ് ചെയ്ത രീതി തെളിയിക്കുന്നതായിരുന്നു. ടീമിനാണ് എൻ്റെ ആദ്യത്തെ പരിഗണന, ഇതാണ് എൻ്റെ ശൈലി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കളിക്കാം. അതിൽ ചിലപ്പോൾ ഔട്ടായേക്കാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. പക്ഷേ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം മത്സരത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി എൻ്റെ കളി പ്ലാൻ ചെയ്യുക എന്നതാണ്. വളരെ ഓപ്പൺ മൈൻഡോടെയാണ് ഞാൻ കളിക്കാൻ ഇറങ്ങുന്നത്. വിക്കറ്റുകൾ പോകാതെ നിന്നിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ ആക്രമിച്ച് കളിച്ചേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്കറ്റുകൾ വീണത് കാരണം ഇന്നിംഗ്സ് മികച്ച രീതിയിൽ അവസാനിപ്പിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു, സഞ്ജു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞു. കൂടാതെ ടീമിലുള്ള വിശ്വാസവും സഞ്ജു തുറന്നു പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇതൊരു യുവ ടീമാണ്.
ഈ ടൂർണമെൻറ്റിൽ 3 തോൽവികൾക്ക് ശേഷവും ഞങ്ങൾ കാണിച്ച മനോഭാവവും സ്വഭാവവും ശരിക്കും പ്രശംസനീയമാണ്. ഈ ആവേശം അതേപടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ മത്സരവും പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ ടീമുകളും വലിയ ആവേശത്തോടെയാണ് കളിക്കുന്നത്. അതിനാൽ ഞങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം, സഞ്ജു പറഞ്ഞു നിർത്തി. 2ാം സെഞ്ചുറിയും ഋതുരാജിൻ്റെ ഫോമില്ലായ്മയും സഞ്ജുവിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി ഉയർത്തിയിട്ടുണ്ട്. തൻ്റെ വരവിനെ പെർഫോമൻസ് കൊണ്ട് ഇതിനോടകം നീതീകരിക്കാൻ സഞ്ജുവിനായിട്ടുണ്ട്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ചെന്നൈയെ വിജയിപ്പിക്കുന്നത് മുമ്പും കണ്ടിട്ടുണ്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റെയ്ന സഞ്ജു ധോണിയുടെ പിൻഗാമിയാണെന്നാണ് പറയാതെ പറയുന്നത്.